ഇന്ന് രാവിലെ നല്ല അന്തരീക്ഷമായിരുന്നു ഇവിടെ കേട്ടോ. അതായത് നല്ല വെയിലായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഇന്ന് കുറേ തുണികളൊക്കെ ഉണക്കി പറക്കാനുണ്ടേ. അപ്പോൾ ഇന്ന് എൻ്റെ ജോലി എന്ന് പറയുന്നത് മെയിൻ ജോലി ഇന്ന് അതാണ്. വൈകിട്ട് കഴുകിയിട്ട തുണി രാവിലെ നല്ല മഴയുള്ളതുകൊണ്ട് അത് ഞാൻ പറക്കി വെച്ചതായിരുന്നേ. ഇനിയിപ്പം അതെല്ലാം വിരിച്ചിടണം. അല്ലാതെയും കുറച്ച് തുണി അശയിൽ കിടപ്പുണ്ട്, അതും പറക്കിയിടണം. അപ്പോൾ ഈ ഷെഡൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ലൊരു ഉപകാരമാണ് കേട്ടോ. കുറേ തുണികൾ ഉണക്കിയെടുക്കാനുണ്ടായിരുന്നു എനിക്ക് കേട്ടോ. 2-3 ദിവസം മുന്നേ കഴുകിയിട്ട തുണികൾ വരെ നല്ല രീതിക്ക് ഉണങ്ങി കിട്ടാനുണ്ട്. ഇനി കുറച്ച് 1-2 തുണികളൊക്കെ ഉലച്ചിടാനുള്ളതുണ്ട്, അതും ഇനി ചെയ്യണം. അതാണ് ആ ബക്കറ്റിലൊക്കെ ഇരിക്കുന്നത്. എല്ലാ ജോലിയുടെ ഇടയ്ക്ക് ഇതിന് നമ്മൾ സമയം കണ്ടെത്തണം. ഇച്ചിരി വെയിൽ കിട്ടുമ്പം എന്തോരം ആശ്വാസമാണെന്നറിയാമോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് വരുക, തുണി പറക്കിയിടുക, അതിൻ്റെ പുറകെ മഴ വരുക, പറക്കി തിരിച്ചുകൊണ്ടിടുക. അതാണ് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നെന്തായാലും നല്ല വെയിലാണ് കേട്ടോ. അപ്പം ഇന്ന് കുറേ തുണികൾ ഉണക്കി പറക്കി മടക്കിക്കിടണം. ഇനി കഴുകാനുള്ളതുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യണം എനിക്ക്. ഇത്രയും നല്ല വെയിലുണ്ടപ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇന്ന് മഴ പെയ്യുമെന്നുള്ളത്. പക്ഷേ ഞാൻ കുറച്ച് തുണിയൊക്കെ എനിക്ക് ഉലച്ചിടാനുണ്ടായിരുന്നു, അതൊക്കെ ഉലച്ചിട്ടു. അപ്പോൾ തന്നെ തറയിൽ കണ്ടോ നല്ല വെയിൽ കേട്ടോ. മോൻ്റെ കുഞ്ഞു തുണികളായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഉലച്ച് തരുന്നുണ്ട്. ഇനി അതും കൊണ്ടുപോയി ബാക്കി ഞാൻ ഇട്ട തുണികളൊക്കെ ഒരുവിധം തോന്നുന്ന തുണികളാണ്. ഇതൊക്കെയുള്ളൂ നനവുള്ള തുണികൾ. ഇനി എനിക്ക് ഇതുകൊണ്ട് വിരിച്ചിടണം. വിരിച്ചിട്ട് ഇനി അടുക്കളയിൽ കുറേ പണികളുണ്ട്, അതൊക്കെ ചെയ്യണം. അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ വേസ്റ്റായിട്ടുള്ള വെള്ളമെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞു കേട്ടോ. കളഞ്ഞിട്ട് ഇനി അപ്പുറത്ത് അശയിൽ തുണിയെല്ലാം കൊണ്ട് വിരിച്ചിടണം. എന്നിട്ട് പിന്നെ അടുത്ത പണിയിലേക്ക് കിടക്കണം. അങ്ങനെ കണ്ടോ തറയിൽ ആ വെയിൽ കണ്ടോ. ശരിക്കും ഞാൻ വിചാരിച്ചു ഇന്ന് നല്ല അന്തരീക്ഷമായിരിക്കും എന്നാണ്. പക്ഷേ എന്ത് പറയാനാ, കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം മാറി മറിഞ്ഞു കേട്ടോ. തുണിയൊക്കെ കഴുകിയിട്ടുള്ള ആശ്വാസത്തിലുള്ള ഇരിപ്പാണിത്. കുറച്ച് നേരം കഴിഞ്ഞപ്പം ഇതാണ് അവസ്ഥ കണ്ടോ. ഇങ്ങനെ ഒരു ഇരുട്ട് മൂടി അങ്ങ് വന്നു. തുണി നേരമൊന്നും ആയില്ല, കുറച്ച് നേരം അപ്പോഴത്തേക്ക് അന്തരീക്ഷം മാറി തുടങ്ങി. ഞാനാണെങ്കിൽ പിന്നെ ഓടിപ്പോയി എൻ്റെ തുണികളെല്ലാം പറക്കിയിട്ട്, ഒരുവിധം തോന്നുന്ന തുണികളായിരുന്നു ഞാൻ വാരിയിട്ടതെല്ലാം. അപ്പോൾ അതെല്ലാം ഞാൻ പെറുക്കിയെടുക്കുവാണേ. അപ്പോഴത്തേക്കും മഴച്ചാറ്റൽ തുടങ്ങി. പിന്നെ ഇതായിരുന്നു കേട്ടോ ഇവിടുത്തെ അവസ്ഥ. ഭയങ്കര മഴയായിരുന്നു. എനിക്കാണെങ്കിൽ ഇതിനകത്ത് കയറിപ്പോകാൻ പറ്റാതെ ഞാൻ ഷെഡിനകത്ത് കുടുങ്ങിപ്പോയി. പിന്നെ ഞാൻ ഇച്ചിരി മഴ തോന്നപ്പോൾ പിന്നെ ഷെഡിലുള്ള തുണികളെല്ലാം പെറുക്കിയെടുത്ത് ഷെഡിൽ വിരിച്ചിട്ട് കുറച്ച് സ്ഥലം കൊടുത്തിട്ടൊക്കെ വിരിച്ചിട്ട് ഇനി എന്തായാലും വെയിൽ കണ്ടാലും ഞാൻ തുണിയൊന്നും പെറുക്കിയിടത്തില്ല. ഒരുവിധം തോന്നുന്ന തുണിയൊക്കെ ഞാൻ പറക്കിയെടുത്തിട്ട് ബാക്കിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയും തിരിച്ചൊക്കെ ഇട്ട്. കാരണം വെച്ചാൽ അത്രയ്ക്ക് തുണി എനിക്ക് ഇടാനുണ്ടായിരുന്നു. അപ്പോൾ കുറേ തുണികൾ നല്ല രീതിക്ക് തോന്നുന്നതൊക്കെ പറക്കി അകത്തോട്ട് കൊണ്ടുവിടാമെന്ന് ഞാൻ റൂമിലും അശയൊക്കെ ഇട്ടിട്ടുണ്ടേ. നല്ല വെള്ളം തോന്നുന്ന തുണികളിടാൻ രാത്രിയാകുമ്പോൾ ഫാനിടുമ്പം ഉണങ്ങി കിട്ടുമല്ലോ അത് വിചാരിച്ചിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ തുണികളെല്ലാം വിരിച്ചു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.